നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 റിലീസ് ചെയ്ത വെസാച്ചിയുടെ എറോസ് എനർജി എന്ന് പറയുന്ന പെർഫ്യൂമിന്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ ഈ ഒരു യെല്ലോ കളറിലുള്ള ബോക്സും ബോട്ടിലും ഒക്കെ കാണാൻ തന്നെ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ വെസാച്ചി ഒറിജിനൽ പെർഫ്യൂം എറോസിന്റെ ബ്ലൂ കളർ ബോട്ടിലിനേക്കാളും എറോസ് ഫ്ലെയിമിന്റെ റെഡ് കളർ ബോട്ടിലിനേക്കാളും ഒക്കെ ഭയങ്കര അടിപൊളിയായിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ബോട്ടിലായിട്ടാണ് എനിക്കിത് തോന്നുന്നത്. യെല്ലോ കളർ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. പക്ഷേ ബോട്ടിൽ ഡിസൈൻ ഒക്കെ എന്ന് പറയുന്നത് ഒറിജിനലിന്റെ പോലെ തന്നെയാണ്. നടുക്ക് മെഡൂസ ഗോഡസിന്റെ എംബ്ലം ഉണ്ട്. നടുക്ക് വെസാച്ചി എറോസ് എനർജി എന്ന് എഴുതിയിട്ടുണ്ട്. ഓർഡർ പെർഫോം കോൺസെൻട്രേഷൻ ആണ്. ലിഡിന് ഒരു ബ്രാസ് കളറാണ്. അതിന് മുകളിലും മെഡൂസ ഗോഡസിന്റെ എംബ്ലം എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിലുള്ളത് ഒരു 100 ml ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പെർഫ്യൂം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ 2024 റിലീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് വളരെ റീസെന്റ് ആയിട്ടാണ് ഇവിടെ UK റിലീസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പെർഫ്യൂം ആദ്യമായിട്ടാണ് ഒരു 1.5 മാസം മുമ്പ് ഞങ്ങൾ ഒരു ജർമ്മൻ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം UK നമ്മൾ ഡ്രൈവ് ചെയ്തിട്ടാണ് ജർമ്മനിയിൽ പോയത്. അപ്പം UK ഡോവർ എന്ന് പറയുന്ന പോർട്ടിൽ നിന്ന് ഫ്രാൻസിലെ ഡങ്കർക്ക് എന്ന് പറയുന്ന പോർട്ടിലേക്ക് നമ്മളൊരു ഫെറിയിലാണ് പോകുന്നത്. ഒരു 2 hours ഷിപ്പ് ജേർണിയാണ് അതുള്ളത്. അപ്പോൾ എന്തുകൊണ്ടോ അന്നെന്തോ ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി വന്നിട്ട് ഈ ഷിപ്പ് ഒരു കടലിൽ ഒരു 2 hours ഹോൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പുറത്തേക്ക് നോക്കി ഈ കടൽ കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സീ സിക്നെസ് തോന്നി. അപ്പം ഇവിടെ ഇരുന്നാൽ ഞാൻ ഛർദ്ദിക്കുമോ എന്നുള്ളൊരു തോന്നലൊക്കെ വന്നിട്ട് അപ്പം ഞാൻ വിചാരിച്ചു അവിടെയുള്ള ഡ്യൂട്ടി ഫ്രീയിൽ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഡ്യൂട്ടി ഫ്രീയിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്ന് കയറിയതേ ഞാൻ കണ്ടത് ഈ ഒരു ബോട്ടിലാണ്. അപ്പോൾ അതുവരെ ഞാൻ ഇതിനെപ്പറ്റി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് ഞാനിത് എടുത്തു, സ്പ്രേ ചെയ്തു, ഒരു സ്ട്രിപ്പിൽ അടിച്ചിട്ട് സ്മെൽ ചെയ്തു. അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ ഞാൻ ഒന്നാമത് ഈ ഭയങ്കര ഡിസി ആയിട്ട് ഇപ്പം ഛർദ്ദിക്കുന്നുള്ളൊരു സ്റ്റേജിലാണ് പോകുന്നത്. പക്ഷേ ഈ നമ്മൾ വയ്യാണ്ടിരിക്കുമ്പോൾ ഛർദ്ദിക്കാനൊക്കെ തോന്നുന്ന ഒരു ഫീലിംഗ് ഒക്കെ വരുമ്പോൾ നമ്മൾ നാരങ്ങ മടക്കില്ലേ, എനിക്ക് ശരിക്കും സ്ട്രിപ്പ് സ്മെൽ ചെയ്തപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പെട്ടെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. കാരണം ഇതിനകത്ത് 6 തരത്തിലുള്ള സിട്രസ് ഇൻഗ്രീഡിയൻസ് ആണുള്ളത്. ലെമൺ, ലൈം, ബർഗമോട്ട്, മാൻഡറിൻ ഓറഞ്ച് ഉണ്ട്, ഗ്രേപ്പ് ഫ്രൂട്ട് ഉണ്ട്. അങ്ങനെ കുറേ അധികം സിട്രസി ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു പെർഫ്യൂമാണ് കേട്ടോ ഇത്. അപ്പോൾ വർത്തമാനം പറയുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഇത് സ്പ്രേ ചെയ്യാൻ. ഇതിന്റെ സ്പ്രേയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല ഏരിയ കവർ ചെയ്ത് സ്പ്രേ ആകുന്ന പെർഫ്യൂമാണിത്. ഇത് സ്മെൽ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഈ സിട്രസി ഇൻഗ്രീഡിയൻസ് ഉള്ളപ്പോൾ പലപ്പോഴും നമുക്ക് ഒരു ക്ലീനിങ് പ്രോഡക്റ്റിന്റെ വൈബൊക്കെ ഓപ്പണിങ്ങിൽ കിട്ടാറുണ്ട്. ഈവൻ നമ്മുടെ ബ്ലൂ ഡെ ഷനേൽ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനൊരു ക്ലീനിങ് പ്രോഡക്റ്റിന്റെ സ്മെല്ലാണ് ഓപ്പണിങ്ങിൽ എനിക്ക് കിട്ടുന്നതെന്ന്. എനിക്ക് ഒരുപാട് ഈ സിട്രസ് ഇൻഗ്രീഡിയൻസ് ഉള്ള പെർഫ്യൂംസിലൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഫീൽ പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ ഇത്രയധികം സിട്രസ് ഇൻഗ്രീഡിയൻസ് ഉണ്ടായിട്ടും ഈ ഒരു പെർഫ്യൂമിന് അങ്ങനെ ഒരു ക്ലീനിങ് പ്രോഡക്റ്റിന്റെ വൈബ് എനിക്ക് തോന്നുന്നില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലെമണിന്റെ സ്മെൽ. നമ്മളിങ്ങനെ നാരകത്തിന്റെ അടുത്ത് നിന്ന് നാരങ്ങ പറിച്ച് കട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു സ്മെൽ ഉണ്ടല്ലോ, ആ ഒരു പറിക്കുന്ന ഉടനെയുള്ള ആ ഒരു നാരകത്തിന്റെ ആ ഒരു ഇലയുടെയൊക്കെ ഒരു ചവർത്തും, പിന്നെ ഇതിന്റെ ആ ഒരു സിട്രസ് ഫീലും ആ ഒരു ഫ്രഷ്നെസ്സും, അങ്ങനത്തെ വളരെ ഫ്രഷ് ആൻഡ് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിട്രസി ഓപ്പണിംഗ് ആണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. ഇത് കേൾക്കുമ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിട്രസി പെർഫ്യൂംസ് എൻജോയ് ചെയ്യാൻ പറ്റാറില്ല, ഷാർപ്പായിട്ടുള്ള സിട്രസി പെർഫ്യൂംസ് എൻ്റെ ടൈപ്പ് അല്ല എന്നൊക്കെ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിനാണ് അറിയത്തില്ല ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഒരു സിട്രസി ഹെവി ആയിട്ടുള്ള ഒരു പെർഫ്യൂം ഞാൻ എന്തുകൊണ്ടാണ് വാങ്ങിച്ചത്. എനിക്കിപ്പോഴും ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ടൊരു ലവ് അറ്റ് ഫസ്റ്റ് സ്നിഫ് തോന്നിയ പെർഫ്യൂം ആയിരുന്നു ഇത്. എനിക്ക് ഒട്ടുമേ ഇഷ്ടമല്ലാത്ത സിട്രസി ഓപ്പണിംഗ് ആണെങ്കിൽ പോലും എനിക്കൊന്ന് അന്നേരത്തെ ആ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു സ്മെല്ല് ഭയങ്കര ഒരു റിലീഫ് തരുന്ന പോലത്തെ ഒരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സ്ട്രിപ്പും കൊണ്ട് ഞങ്ങളുടെ സീറ്റിൽ വന്നിരുന്നു. ഇച്ചായനെ സ്മെല്ല് ചെയ്യിച്ചപ്പം ഇച്ചായനാണെങ്കിലും ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു വല്ലാത്ത ഫീലിംഗ് ഒക്കെ വരുമ്പോൾ ഞാൻ സ്മെല്ല് ചെയ്ത് നോക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ആ സെക്കൻഡ് തൊട്ട് ഈ ഒരു പെർഫ്യൂം അവിടെ വെച്ച് തന്നെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്, കാരണം ഇത് എൻ്റെ നോർമൽ ഒരു ടേസ്റ്റ് അല്ല. സിട്രസി പെർഫ്യൂംസ് ഞാൻ എൻജോയ് ചെയ്യാറില്ല. ഞാൻ ഒരിക്കലും ഒരു ബ്രാൻഡ് ന്യൂ റിലീസ് അപ്പം പോയി വാങ്ങിക്കാറില്ല. ഞാൻ പലവട്ടം സ്കിന്നിൽ ട്രൈ ചെയ്ത് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങിക്കുന്ന ആളാണ്. ഈ ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള നൊട്ടീനോ പോലെയുള്ള ഷോപ്സിൽ നിന്നുമാണ് ഞാൻ നോർമലി പെർഫ്യൂംസ് ഷോപ്പ് ചെയ്യാറുള്ളത്. അപ്പം ഞാനൊരു ഫുൾ പ്രൈസ് കൊടുത്ത് അവിടെ നിന്ന് വാങ്ങിക്കില്ല എന്നുള്ളത് എനിക്ക് വാങ്ങിക്കേണ്ട തന്നെയാണ്. അപ്പം എനിക്ക് എന്നാലും വാങ്ങിക്കാനുള്ള ഭയങ്കരമായിട്ടുള്ള ടെംപ്റ്റേഷനുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ബുദ്ധിനെ ഞാനിങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു ഇതിൻ്റെ നോർമൽ ടേസ്റ്റ് അല്ല എന്നൊക്കെ പറഞ്ഞു പഠിപ്പിച്ച് ഞാൻ വാങ്ങിക്കാതെ പോന്നു. പക്ഷേ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞാൻ യൂട്യൂബിലൊക്കെ ഇതിൻ്റെ റിവ്യൂസ് നോക്കി. അന്ന് ഞാൻ നോക്കുമ്പോൾ ഒരൊറ്റ റിവ്യൂ മാത്രമാണ് ഉണ്ടായിരുന്നത്.
എനിക്ക് എന്തുകൊണ്ടോ ഈ ഒരു പെർഫ്യൂം മറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വീണ്ടും വീണ്ടും എനിക്കിത് വേണം. എൻ്റെ വിഷ് ലിസ്റ്റിൽ വേറെ കുറേ അധികം പെർഫ്യൂംസ് ഉണ്ട്. അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് ഞാൻ ഈ ഒരു പെർഫ്യൂം 100 ml വാങ്ങിച്ചു. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ചില സമയത്ത് അങ്ങനെയൊക്കെ പറ്റുമല്ലേ. പക്ഷേ അതിൽ എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇപ്പോഴും ഈ ഒരു സെക്കൻഡിൽ ഞാനത് സ്മെൽ ചെയ്യുമ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം പറഞ്ഞ ആ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിട്രസി ഓപ്പണിങ്ങിന് ശേഷം നമുക്കൊരു ചെറിയൊരു പെപ്പറി സ്മെല്ലുണ്ട്. അതിനുശേഷം ഒരു ആംബറിൻ്റെ സ്മെല്ലുണ്ട്, ഒരു മസ്കിൻ്റെ സ്മെല്ലുണ്ട്. ഇത് എക്സ്ട്രീം ഡ്രൈ ഡൗണിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു മസ്കി ആയിട്ടുള്ള വുഡി ആയിട്ടുള്ള ഒരു സിട്രസി പെർഫ്യൂം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നോർമലി ഈ സിട്രസി പെർഫ്യൂംസ് ഒക്കെ സിട്രസി പെർഫ്യൂം എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന പെർഫ്യൂംസിനൊക്കെ പെർഫോമൻസ് ഇഷ്യൂ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ CK1 ആണെങ്കിലും ഷനേൽ അല്യൂർ ഹോം സ്പോട്ട് ആണെങ്കിലും അതാണെങ്കിലും നമ്മുടെ ക്രീഡ് അവെൻറ്റസിൻ്റെ കൊളോൺ വേർഷൻ ആണെങ്കിലും ഒക്കെ പെർഫ്യൂംസ് സിട്രസി ആണോ അതിന് നോർമലി പെർഫോമൻസ് ഇഷ്യൂ വരാറുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇത് എനിക്ക് 7 hours മുകളിലാണ് എനിക്ക് എൻ്റെ സ്കിന്നിൽ ഇത് ലാസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇതെനിക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടില്ല. ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള പീരീഡിൽ ഞാൻ ട്രൈ ചെയ്ത് വെച്ചിട്ട് എനിക്കിത് 7 hours പ്ലസ് ലാസ്റ്റ് ചെയ്യുന്ന പെർഫ്യൂം ആയിട്ടാണ് തോന്നുന്നത്. ഇനി ഇപ്പോൾ യൂട്യൂബിലും ഫ്രേഗ്രൻറ്റിക്കയിലും ഒക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട് ഈ ഒരു പെർഫ്യൂമിന്. ഒരുപാട് പേര് പറയാറുണ്ട് ഇതിന് ക്രീഡ് അവെൻറ്റസുമായിട്ടും ക്ലബ് ഡിനോയി ഇൻറ്റൻസുമായിട്ടും മോൺബ്ലാങ്ക് എക്സ്പ്ലോററുമായിട്ടും ഒക്കെ ഭയങ്കരമായിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട്. എന്തിനാണ് ആ ഒരു സ്മെല്ലുള്ള ഒരു പെർഫ്യൂമും കൂടെ മാർക്കറ്റിൽ വരുന്നതെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇതിന് ക്രീഡ് അവെൻറ്റസുമായിട്ടുള്ള ഒരു സിമിലാരിറ്റിയും തോന്നുന്നില്ല. ഇതിനകത്ത് ആ ഒരു സ്മോക്കിനെസ് ഇല്ല, ഇങ്ങനെ പൈനാപ്പിളിൻ്റെ സ്മെല്ലില്ല, ഫ്രൂട്ടി സ്മെല്ലില്ല. അപ്പോൾ എനിക്കിതൊരിക്കലും ഒരു ക്രീഡ് അവെൻറ്റസ് ക്രീഡ് അവെൻറ്റസിന്റെ ഒരു ക്ലോൺ ആയിട്ടോ അല്ലെങ്കിൽ ആ ഒരു ലൈനിലുള്ള ഒരു ഫ്രേഗ്രൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ള വേറൊരു പെർഫ്യൂം ഉണ്ട്, ക്രീഡ് അവെൻറ്റസിന്റെ കൊളോൺ വേർഷൻ. ഇപ്പോൾ ക്രീഡ് അവെൻറ്റസിന്റെ നോർമൽ അതുപോലെയുള്ള ബോട്ടിൽ തന്നെ അതിലെ ആ ബ്ലാക്ക് കളറിന് പകരം ഒരു ഗ്രേ കളർ, ഒരു ആഷ് കളറിലുള്ള ഡിസൈൻ വരുന്ന ഒരു ബോട്ടിൽ. ആ ഒരു പെർഫ്യൂമുമായിട്ട് ഈ ഒരു പെർഫ്യൂമിന് കുറച്ച് സിമിലാരിറ്റി ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പെർഫ്യൂം റിവ്യൂ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒറിജിനൽ ക്രീഡ് അവെൻറ്റസിനേക്കാളും ഒത്തിരി ഇഷ്ടം തോന്നുന്നത് അതിൻ്റെ കൊളോൺ വേർഷനോടാണെന്ന്. പക്ഷേ എനിക്കതിലെ ഇഷ്യൂ ആയിട്ട് തോന്നിയത് 50 ml പ്രൈസ് എന്തോ 190 pound അങ്ങനെ എന്തോ ആണ്. അതുപോലെ തന്നെ എൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് 4 to 5 hours മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ 2 പോയിന്റ്സും എന്നെ സംബന്ധിച്ച് ഭയങ്കര ഡൗൺ സൈഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പെർഫ്യൂം ഇഷ്ടപ്പെട്ടെങ്കിലും ഒരിക്കലും ഞാൻ വാങ്ങിക്കും എന്ന് വിചാരിച്ച ഒരു പെർഫ്യൂം ആയിരുന്നില്ല അത്. അതുപോലെ തന്നെ ഷനേലിന്റെ അല്യൂർ ഹോം സ്പോട്ട് എന്ന് പറയുന്ന പെർഫ്യൂം ഒരു സിട്രസി വുഡി പെർഫ്യൂം. ആ പെർഫ്യൂം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡേവിഡ് ഓഫ് കൂൾ വാട്ടർ ആ ഒരു ടേസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും വെസാച്ചി എറോസ് എനർജി ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് CK1 ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് വെസാച്ചി എറോസ് എനർജി ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ വേറെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതിൻ്റെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയാണ്. ഇത് സമ്മറിലൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സമ്മർ സിട്രസി പെർഫ്യൂമായിട്ട് നല്ലൊരു ഓപ്ഷനാണ്. ഇനിയൊരു ഓൾ ഇയർ അറൗണ്ട് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. എവറിഡേ പെർഫ്യൂമായിട്ട് CK1 ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഒറിജിനൽ വെസാച്ചി എറോസ് ഇഷ്ടപ്പെടുന്ന ആളാണ് എങ്കിൽ അതുമായിട്ട് ഒരു സിമിലാരിറ്റിയും ഈ ഒരു പെർഫ്യൂമിനില്ല കേട്ടോ. കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള വേറൊരു പേര് കൊടുത്ത് വരേണ്ട പെർഫ്യൂം ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒറിജിനൽ എറോസുമായിട്ട് ഇതിന് ഒരു തരത്തിലുള്ള സിമിലാരിറ്റിയും എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പെർഫ്യൂം ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഫ്ലാങ്കറാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടി വരും. ഒരു നല്ല സിട്രസി പെർഫ്യൂമാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, നല്ല ബീസ് മോഡ് ആയിട്ടുള്ള ഒരു സിട്രസി പെർഫ്യൂമാണ് നോക്കുന്നതെങ്കിൽ വെസാച്ചി എറോസ് എനർജി എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇത് ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കും റിലീസ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഞാൻ UK പ്രൈസ് എന്ന് പറഞ്ഞാൽ 100 ml 95 pounds ആണ്. എനിക്ക് ആക്ച്വലി എന്തോ ഒരു ഓഫറും കൂടെ കഴിഞ്ഞിട്ട് 80 poundsനാണ് ഞാൻ ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചത്. എനിക്ക് ഈ പെർഫ്യൂം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ഒരു ടേസ്റ്റേ അല്ല എങ്കിൽ പോലും എനിക്ക് ഈ ഒരു പെർഫ്യൂം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ. എൻ്റെ യാതൊരു ടേസ്റ്റും അല്ല, പക്ഷെ എന്നാലും ഇങ്ങനെ റാൻഡമായിട്ട് ട്രൈ ചെയ്ത് വാവ് എന്ന് തോന്നുന്ന പെർഫ്യൂംസ് എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഈ ഒരു പെർഫ്യൂമും അങ്ങനെ ഒരു പെർഫ്യൂമാണ്. അപ്പോൾ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.